ഇന്നിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ഇഫ്താർ സ്നാക്സ് ആണ് കേട്ടോ. തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള ഒരു നോമ്പ് തോറ ഐറ്റംസ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഉണ്ട് കുറേ പേര് ഉണ്ടാക്കാത്തതും കഴിക്കാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ അതുമല്ല, നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് എണ്ണയിലൊക്കെ പൊരിച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാവുമല്ലോ. ഇതിപ്പോൾ എണ്ണയിലൊന്നും പൊരിച്ചെടുത്തതൊന്നുമല്ല, ആവിയിൽ വേവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലൊരു 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അത് വെള്ളമൊക്കെ വാരാൻ വെക്കില്ല, അങ്ങനെ വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഇതിനി നമുക്കൊന്ന് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അരി അരയ്ക്കുന്നത് വെള്ളത്തിലല്ല, തേങ്ങാപ്പാലിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മുഴുവനായിട്ടുള്ളൊരു തേങ്ങ ചിരക്കി എടുത്തിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് അരച്ചതിന് ശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ആ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് അത് വീണ്ടും അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2-ാം പാലും എടുത്തു. അങ്ങനെ 1-ാം പാലും 2-ാം പാലും കൂടിയിട്ടുള്ളതാണ് ഈ ഒരു വലിയ ബൗളിൽ കാണുന്നത്. എന്നിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ആ തേങ്ങയുടെ ആ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് വീണ്ടും അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 3-ാം പാലും എടുത്തു. ആ 3-ാം പാല് ഞാൻ വേറൊരു സെപ്പറേറ്റ് ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് വെച്ചത് കേട്ടോ. അപ്പോൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ അരിയുടെ പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 1-ാം പാലും 2-ാം പാലും കൂടി എടുത്തിട്ടുള്ള ബൗളത്തെ തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് അരയാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അരി നല്ല പോലെ നൈസായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അരി അരയാൻ മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5-10 ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, പകുതി അടുത്ത ട്രിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ അരി നല്ല പോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും ഇതേപോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ മാവ് അരച്ചത് നല്ല തിക്കായിട്ട് ഇരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ലൂസാക്കണം. അതിന് വേണ്ടി നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് 1-ാം പാലും 2-ാം പാലും കൂടിയിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴും നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് 3-ാം പാലുണ്ടല്ലോ, 3-ാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പം കണ്ടില്ലേ, നല്ല പോലെ ലൂസായിട്ടുണ്ട്. ഈ ഒരു ലൂസ് വേണം കേട്ടോ. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം ഇതിൻ്റെ ഒരു ലൂസ്. അപ്പോൾ മാവ് അരച്ചതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ലൂസിൻ്റെ കാര്യത്തിലിട്ടാൽ തിക്കായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല പോലെ ലൂസാക്കി എടുക്കാൻ. അപ്പോൾ അരി അരച്ചത് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് അരി കുതിർക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അരി അരച്ച ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. കാരണം അത്യാവശ്യം സ്പൈസി ഉണ്ടെങ്കിലേ നമുക്കിതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കളറും എരിവും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ നല്ല പോലെ പിടിച്ചോളും. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ അരി കുതിർക്കാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മസാലയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്താൽ മതി. ചെമ്മീൻ മസാല പറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു സ്മെല്ല് കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. വലിയ പാനാണല്ലോ, അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് പരത്തി കൊടുക്കുക. എന്നാലല്ല എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വേവുള്ളൂ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് പിന്നെ നമ്മളിത് ഇളക്കൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. 5 മിനിറ്റിന് ശേഷം മാത്രം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അത് പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ, അല്ലെങ്കിൽ ചെമ്മീൻ അധികം വേവില്ലല്ലോ. പിന്നെ അതിപ്പോൾ ഒരു പൊടിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കാരണം ചെമ്മീനിൽ തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ പിന്നെ അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടീസ്പൂൺ വെള്ളുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ സവാള എടുത്തിട്ട് നല്ല പോലെ പൊടിയായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വാടി കുഴയൊന്നും വേണ്ട, ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി, ആ ഒരു ക്രിസ്പിനെസ് വിടുകയും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 തണ്ട് വേപ്പിലയും കൂടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയുടെ പച്ചമുളക് ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ പിന്നെ ഈ ചെമ്മീൻ്റെ ഈ ഫ്ലേവറൊക്കെ ഒന്ന് ഈ മസാലയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 5 മിനിറ്റ് മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ മസാലയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു 1/2 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഈ തട്ടുകളുണ്ടല്ലോ, അതിൽ നല്ല പോലെ ഒന്ന് നെയ്യ് വരട്ടി കൊടുക്കണം. നെയ്യ് തന്നെ എടുത്താൽ മതി കേട്ടോ. നെയ്യാകുമ്പോൾ കുറച്ച് കിട്ടാനും എളുപ്പമാണ്, പിന്നെ ടേസ്റ്റും കൂടുതൽ അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെമ്പിൽ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നെയ്യ് പറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ തട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ അരച്ച മാവുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് കുറച്ചാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ദോശമാവ് ഒഴിക്കുന്ന ആ ഒരു കയ്യിലുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിക്കേണ്ട, എന്നാലൊരു 3/4 ഭാഗമൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അത് എല്ലാറ്റിലും ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ്റെ ഈ മസാല ഉണ്ടല്ലോ, അത് ഓരോ ടീസ്പൂണിലെടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ആ സെൻറ്ററിൽ കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ചെമ്മീൻ മസാലയുടെ മുകളിൽ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കുക. അത് വേണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ തട്ടും കൂടെ വെച്ച് കൊടുക്കാം. അതിൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെമ്മീൻ മസാല വെച്ച് കൊടുക്കുക. ഇതിൽ മുകളിൽ ഞാൻ മല്ലിയില ഇടുന്നില്ല കേട്ടോ. ഇതിൽ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഇങ്ങനെ ആയാലും നല്ല ഭംഗി തന്നെയാണ് കാണാൻ, മല്ലിയില ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കൊള്ളിക്കണം. ആവി കയറിയതിന് ശേഷം നമുക്ക് 15 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിൽ 2 തട്ട് ഒരു പ്ലക്കർ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് വെന്തിട്ടില്ല എന്നുള്ളത്. വെന്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നല്ല പോലെ തണുത്തതിന് ശേഷമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് നല്ല പോലെ ഒന്ന് ചൂട് പോയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം 1 ടീസ്പൂണിൻ്റെ മുകളിലൊന്ന് നെയ്യ് പറ്റി കൊടുക്കുക. എന്നിട്ട് ഈ 1 ടീസ്പൂൺ വെച്ചിട്ട് വേണം നമുക്ക് ഈ തട്ടിൽ നിന്ന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് നന്നായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ കുറച്ച് പണിയാവും കേട്ടോ. ചൂട് നല്ല പോലെ പോയതിന് ശേഷം മാത്രം എടുക്കാൻ നോക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഈ ഒരു മസാല വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ ഒരു തട്ടിൽ നെയ്യ് പറ്റാൻ മറക്കരുത് കേട്ടോ. ഉണ്ടാക്കി ഉടനെ തന്നെ ഇട്ട് നമുക്കൊരു കാസറോളിലേക്ക് ആക്കി വയ്ക്കുക. ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നല്ല പോലെ ചൂട് പോയ ശേഷം മാത്രം എടുക്കുക. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചിക്കൻ വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാം, അതേപോലെ തന്നെ ബീഫ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ജീരകശാല അരി, നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ, അത് തന്നെ എടുക്കാൻ നോക്കുക. പച്ചരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.